ദയവായിട്ടായിരിക്കുന്ന സ്ഥാനങ്ങളിരുന്നാട്ട് ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന ഭാഗമാണ് എബ്രായ ലേഖനം. അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 10, എബ്രായ ലേഖനം 10-ാം അധ്യായം. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 19 മുതലുള്ള വാക്യങ്ങൾ 22 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 19 to 22, 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തുന്ന എബ്രായ ലേഖനത്തെ 2 ഭാഗങ്ങളായി തിരിക്കുവാൻ സാധിക്കുമെങ്കിൽ 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഡോക്ട്രിൻ, ഉപദേശപരമായിട്ടുള്ളത്. അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ അവസാനം അധ്യായം വരെ, ദ ലാസ്റ്റ് വേഴ്സ് വരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് പ്രാക്ടിക്കൽ, പ്രായോഗികമായത്. അതിൽ കഴിഞ്ഞ ദിവസം എബ്രായ ലേഖനത്തെ 2ആയിട്ട് വിഭാഗിക്കുന്ന ആ പ്രധാനപ്പെട്ട ഭാഗത്തിൽ നമ്മൾ കടന്നു വന്നിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മളിപ്രകാരം വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഏതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അന്ന് ചിന്തിക്കുകയുണ്ടായി. ഉപദേശം പറഞ്ഞിട്ട് ആ ഉപദേശം പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉപദേശം കൊണ്ട് യാതൊരു ഗുണമില്ലെന്ന് മാത്രമല്ല, ഉപദേശം കൊണ്ട് ദോഷമായിരിക്കും. മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, എന്നാൽ അത് നന്മയ്ക്ക് ആയിട്ടില്ല എങ്കിൽ അത് തിന്മയ്ക്ക് കാരണമായിത്തീരും. അനുസരിച്ചാൽ അതിൽ കൂടെ നന്മയുണ്ട്, അനുസരിക്കുന്നില്ലെങ്കിൽ അതിൽ കൂടെ തിന്മയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയപ്പെടുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ. എന്താ ഇവിടെ പറയുന്നത്? ഇത്രയും ഒരു വലിയ പദവിയിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചത്? പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് കർത്താവായ യേശു വലിയവൻ. ആരെക്കാൾ വലിയവൻ നമ്മൾ മനസ്സിലാക്കി. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നു, പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് പഠിപ്പിക്കുന്നു, യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വേർഡ് 3-ാമത്തെ അധ്യായം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, യേശു മോശയേക്കാൾ വലിയവൻ. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വീണ്ടും യോശുവയേക്കാൾ വലിയവൻ. 5, 6 അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് അഹരോനേക്കാൾ, ലേവി പൗരോഹിത്യത്തെക്കാൾ യേശു വലിയവൻ. എന്നിട്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ മാറ്റാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അവസാനം നമ്മൾ മനസ്സിലാക്കി, പഴയ നിയമത്തിൻ്റെ സകല പ്രമാണത്തെക്കാൾ, പഴയ നിയമത്തിൻ്റെ സകല ആചാരങ്ങളെക്കാൾ പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിന്, പുതിയ നിയമത്തിൻ്റെ ആചാരത്തിന് ഒരു വിലയുണ്ടെന്ന് മനസ്സിലാക്കി. കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശക്തിയോടെ ഒരിക്കൽ കൂടെ. അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു വിശ്വാസിയുടെ കാണിക്കുന്ന പൊസിഷൻ, ഒരു വിശ്വാസിയുടെ പദവി എന്ത്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്ത് ചെയ്യുവാൻ പറഞ്ഞു അവിടെ നമ്മൾ കാണുവാൻ സാധിച്ചത്, നമ്മൾ കണ്ടത് ഒരു വിശ്വാസിക്ക് അവരുടെ ഒരു പ്രിവിലേജ് ഉണ്ട്, ഒരു പദവിയുണ്ട്. എവിടെയാണ്, എന്താണ് അവരുടെ പദവി? 19-ാമത്തെ വാക്യം പറയുന്നു, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമുക്ക് ധൈര്യം തന്നു. ഏതാണ് ഈ അതിപരിശുദ്ധ സ്ഥലം? നമ്മൾ മനസ്സിലാക്കി, പഴയ നിയമത്തിൻ്റെ സമാഗമ കൂടാരമല്ല, പഴയ നിയമത്തിൻ്റെ യാഗമല്ല, പഴയ നിയമത്തിൻ്റെ ആലയമല്ല ഇവിടുത്തെ വിഷയം. പിന്നെയോ ഇന്ന് അതിന് നിഴൽ വാസ്തവമായിരിക്കുന്ന, അഥവാ ഈ സമാഗമ കൂടാരം മറ്റുള്ളതൊക്കെ നിഴൽ മാത്രമായിരുന്നുവെങ്കിൽ അതിൻ്റെ വാസ്തവമായിരുന്ന, അതിൻ്റെ ഒറിജിനലായിരുന്ന, അതിൻ്റെ യാഥാർത്ഥ്യമായിരുന്ന സ്വർഗത്തിലേക്കാണ് ചെല്ലുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ് ഞാൻ 11-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. നമ്മൾ എവിടെയാണ്, നമ്മൾ സഭ കൂടി വരുമ്പോൾ നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്, എന്താണ് നമ്മുടെ പൊസിഷൻ, ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ എന്നുള്ളത് അന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത് സ്വർഗീയ യെരൂശലേമിലേക്കാണ്, അഥവാ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവം ആസിറ്റീസ്, ദൈവത്തിൻ്റെ മക്കൾ 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടോ എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവം എവിടെ കടന്നു വരുന്നുവോ അത് ദൈവരാജ്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവമക്കൾ മനസ്സിലാക്കുന്ന 2-ാമത്തെ വിഷയമുണ്ട്. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ മക്കളല്ല,
ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാരാണ്. എൻ്റെയും നിങ്ങളുടെയും പൗരത്വം, നമ്മുടേതായിരിക്കുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചില അവകാശങ്ങളും പദവികളും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കുന്നത് ഇവിടെ പറയപ്പെടുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനുള്ള ധൈര്യം നമുക്ക് തന്നിരിക്കുന്നു. ഏതുകൊണ്ട്? ഈ വലിയ പദവി മുഖാന്തരമായിട്ട് പഴയ നിയമത്തെക്കാൾ ഉന്നതനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെതായിരിക്കുന്ന യാഗത്താലും യേശുക്രിസ്തുവിനാലും എനിക്ക് ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടത്തിയെല്ലാം. രണ്ട്, നമ്മൾ ചിന്തിച്ചു വന്നത്, വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് ആരുണ്ട്? ഒരു മഹാപുരോഹിതനുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഒരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് എന്താണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രത്യേകത? ജനത്തിനും ദൈവത്തിൻ്റെയും നടുവിൽ നിൽക്കുക. ഇന്ന് നമുക്കറിയാം, ഇന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആർക്ക് പുരോഹിതനായിരിക്കുന്നു? യേശു പുരോഹിതനായിരിക്കുന്നത് വിശ്വാസികൾക്കാണ്. വിശ്വാസികൾക്ക്, അവിശ്വാസികൾക്കല്ല യേശു പുരോഹിതനായിരിക്കുന്നത്, വിശ്വാസികൾക്കാണ് പുരോഹിതനായിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടതായിരിക്കുന്ന വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വാസികൾക്ക് യേശു പുരോഹിതനായി നിൽക്കുമ്പോൾ, വിശ്വാസികൾക്ക് യേശു പുരോഹിതനായി നിൽക്കുമ്പോൾ എന്താണ് യേശു ചെയ്യുന്നത്? വിശ്വാസികൾക്ക് വേണ്ടി കർത്താവായ യേശു പക്ഷവാദം ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമുക്ക് പദവി തന്നു. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എങ്കിലും ആ കുറവുകൾ പരിഹരിപ്പാൻ തക്കവണ്ണം നമ്മുടെ അരുമനാഥനാകുന്ന യേശു നമ്മോടുകൂടെ അവിടെയുണ്ട്. ഇത്ര വലിയ പദവി തന്നിരിക്കുന്നുകൊണ്ട്, അഥവാ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമുക്കൊരു വലിയ പദവി, യോഗ്യത തന്നിരിക്കുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്ന. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ, ശക്തിയോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ശബ്ദമൊന്ന് ഉയരട്ടെ, അല്പനിമിഷങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയവനായിരിക്കും ദൈവത്തിന്റെ മഹത്വം കരയറ്റിയാട്ട്. നമുക്ക് ആ പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. നാം എന്ത് ചെയ്യണം? വായിച്ചാട്ട് ഒരിക്കൽ കൂടെ 21-22 വാക്യം. 21-22 വാക്യം. ഇന്ന് രാത്രി നമ്മൾ ആ ഭാഗത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ നോട്ട് ചെയ്താട്ട്, എനിക്ക് തോന്നുന്നു ആരെങ്കിലും നോട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. 4 ways to draw near to God. 4 വിധത്തിൽ കൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും. 4 ways to draw near to God. 4 വിധത്തിൽ കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? ഒന്ന്, by the blood of Jesus, യേശുവിൻ്റെ രക്തത്താൽ. വേഴ്സ് 20, 20ാമത്തെ വാക്യം, യേശുവിൻ്റെ രക്തത്താൽ. 2, by a new and living way, ജീവനുള്ള പുതുവഴിയായി. ജീവനുള്ള പുതുവഴിയായി. by a new and living way. വേഴ്സ് 19. 3, by the high priesthood of Jesus Christ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ കൂടെ. ദി ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വേഴ്സ് 21, 21. 4, ബൈ ബോൾഡ്നെസ്, ധൈര്യത്തോടുകൂടെ. ധൈര്യത്തോടുകൂടെ. വേഴ്സ് 20, ധൈര്യത്തോടുകൂടെ. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ മാർഗം? നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഭാരപ്പത്തോടെ നിൽക്കുമ്പോൾ, അഥവാ ആണ്ടിലൊരിക്കൽ മാത്രം ഭയത്തോടുകൂടെ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പദവിയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. ഏത് വിധത്തിൽ കടന്നു ചെല്ലാം? ഒന്നുകൂടെ നിങ്ങളോട് ചേർന്ന് പറഞ്ഞ കേട്ടോ. ഒന്നാമതായിട്ട് എങ്ങനെ? ബൈ ദ ബ്ലഡ്, യേശുവിൻ്റെ രക്തത്താൽ. ഒരു യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു വരാം. 2, ഏതിൽ കൂടെ? ഒരു പുതിയ വഴി, ജീവനുള്ള പുതിയ വഴിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിനാൽ തുറക്കപ്പെട്ട ഒരു പുതിയ വഴിയിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം. 3, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ കൂടെ, അഥവാ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൽ കൂടെ. 4,
ധൈര്യത്തോടുകൂടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കാര്യങ്ങൾ കൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ യോഗ്യരാക്കി. ഇന്ന് നമ്മൾ നിൽക്കുവാൻ പോകുന്നത് കൃപാസനത്തിലാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള പദവിയിലാണോ ഞാനും നിങ്ങൾ നിൽക്കുന്നത്? മനസ്സിലാക്കണം, ഞാനും എൻ്റെ ദൈവമായിട്ട് അധികം ദൂരമില്ല. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ ആയിരിക്കുന്നത്. ദൈവത്തോട് വളരെ നിയറായിട്ട് ഞാൻ നിൽക്കുകയാണ്. അതിപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ, വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ, സകലത്തെയും സൃഷ്ടിച്ചവനാകുന്ന ദൈവത്തിൻ്റെ അടുക്കലാണോ ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്? എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്ത ദൈവമാണ്. ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട് അന്ന് ഭയത്തോടെ കടന്നുപോയതായിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് എന്നെ കൊണ്ട് അവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്നിലും നിങ്ങളിലും കൂടെ ചില ക്വാളിറ്റി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു നിൽക്കുവാൻ, ഈ ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, എനിക്ക് എൻ്റെ നാവിൽ കൂടെ വിളിക്കുവാൻ ഒരു അവകാശം തന്നിരിക്കുമ്പോൾ അതിൽ കൂടെ ഞാൻ കടന്നു ചെല്ലേണ്ട എനിക്ക് ചില യോഗ്യത ദൈവം വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കടന്നു വന്നിട്ട് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുവാനുള്ളവനല്ല നമ്മുടെ ദൈവം. തൻ്റെ മക്കളെ അവൻ വ്യക്തമായിട്ട് അറിയുന്നു. വേദപുസ്തകക്കാർ പറയുന്നു, അവൻ തൻ്റെ ആടുകളെ പേർചൊല്ലി വിളിക്കുന്നു, അവർ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ സ്വരം കേൾക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആ വിഷയത്തിൽ ഒന്ന് ഡീപ്പായിട്ട് നിൽക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ചില യോഗ്യതകൾ ആവശ്യമായിരിക്കുന്നു. പ്രധാനമായിട്ട് 4 റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ഇന്ന് രാത്രി സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 requirements for entering to the throne of God. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനുള്ള 4 റിക്വയർമെൻറ്റ്സ്, 4 കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണോ നമുക്കവിടെ ആവശ്യമായിരിക്കുന്നത്? ഇവിടെ ഇതേ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വായിച്ചോട്ട് 1-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നാട്ട് അതിനാധാരമായിട്ട് വേഴ്സ് 22, 22-ാമത്തെ വാക്യം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാകണം. 1-ാമത്തെ പോയിന്റ്, ഹാർട്ട് സ്പ്രിങ്കിൾഡ് ക്ലീൻ ഫ്രം ഈവിൾ കോൺഷ്യസ്. ഹാർട്ട് സ്പ്രിങ്കിൾഡ് ക്ലീൻ. ഹൃദയം ശുദ്ധമുള്ളതായിരിക്കണം. ഹൃദയം ശുദ്ധമുള്ള ആ പ്യൂരിറ്റി ഇൻ ഹാർട്ടിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഫസ്റ്റ് വിഷയം അവിടെയല്ല നിൽക്കുന്നത്. അവിടെ പറയുന്നു, നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. ഒരു ഈവിൾ കോൺഷ്യൻസ് നമ്മിൽ നിന്ന് മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു ക്ലിയർ കോൺഷ്യസ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ആ കോൺഷ്യൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ അടുക്കൽ പോയി നാം നിൽക്കുമ്പോൾ നമുക്ക് ഒരു ദുർമനസാക്ഷി ഉണ്ടാകുവാനിടയാകരുത്. അത് എങ്ങനെയാണത് പ്യൂരിഫൈ ചെയ്യുന്നത്? അവിടെ പറയപ്പെടുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം. എന്താണ് ഹൃദയങ്ങൾ തളിക്കപ്പെടുന്നത്? ഒരു വാക്യം വായിച്ചിട്ട് 1 Peter chapter 1 verse number 2, 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനും. അപ്പോൾ ഇവിടെ ഹൃദയത്തിൽ തളിക്കപ്പെടുന്നത് എന്തെന്ന് ചിന്തിച്ചാൽ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുകയാണ്. എന്താണ് അതിൻ്റെ വിഷയം? വായിച്ചിട്ട് റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24 and 25. റോമലേഖനം 3-ാം അധ്യായം 24-25 വാക്യം. സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വായിച്ചിട്ട് താഴോട്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇവിടെ ഹൃദയത്തിൽ രക്തം തളിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് അവിടെ പറയുക.
അവിടെ ദൈവത്തിൻ്റെ ദാസനെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എങ്ങനെ? അവൻ്റെ രക്തം മുഖാന്തരം പ്രായശ്ചിത്തമാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ, എൻ്റെ പാപത്തിൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ കാപട്യമുള്ള ഹൃദയം അഥവാ എൻ്റെതായിരിക്കുന്ന ദുർമനസാക്ഷി എന്നിൽ നിന്ന് നീക്കപ്പെടണമെങ്കിൽ ഒരു പുതിയൊരു ഹൃദയത്തിന് ഞാൻ ഉടമയാകണം. ഒരു പുതിയ ഹൃദയം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ദൈവം യെഹെസ്കേൽ കൂടി ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും, കല്ലായുള്ള ഹൃദയം അവരിൽ നിന്ന് എടുത്ത് മാറ്റി മാംസളമായ ഹൃദയത്തെ ദൈവം അവർക്ക് നൽകും. അപ്പോൾ വാസ്തവത്തിൽ എപ്പോഴാണിത് സംഭവിക്കുന്നത്? വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ എന്നിലും നിങ്ങളിലും നടക്കുന്നതായിരിക്കുന്ന ഒരു മാറ്റമാണ്. ഈ കല്ലായുള്ള ഹൃദയം മാറിയിട്ട് മാംസളമായ ഹൃദയം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ രക്തം കൊണ്ട് തളിക്കപ്പെടുന്ന മുഖാന്തരമായിട്ട്, അഥവാ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തം രക്ഷമായി സ്വീകരിക്കുമ്പോൾ, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ പരിപൂർണമായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അതിൽ കൂടെ നടക്കേണ്ട രണ്ടാമത്തെ കാര്യമുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ ആ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായിത്തീരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു പദവിയാണ്, എൻ്റെ കല്ലായുള്ള ഹൃദയം ദൈവം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ദൈവം കൊണ്ടു തരുന്നു. ഈ മാംസളമായ ഹൃദയത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? അതിനകത്ത് ഒരു ദുർമനസാക്ഷിയില്ല, ഒരു ഈവിൾ കോൺഷ്യൻസ് അല്ല അതിനകത്തുള്ളത്. പിന്നെയോ ഒരു നല്ല മനസ്സാക്ഷി. കാരണം നമ്മുടെ ഉള്ളിലെ കടന്നു വന്നത് ആരായിരിക്കുന്നു? കർത്താവായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് യോഗ്യത തന്നിരിക്കുമ്പോൾ, നമുക്കൊരു പദവി വെച്ചിരിക്കുമ്പോൾ, നാല് വിധമായിരിക്കുന്ന കാര്യങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡാണ് ദൈവ പൈതലായി തീരേണ്ടത് ആവശ്യമാണ്. ഒരു ശുദ്ധീകരണം ഹൃദയത്തിൽ നടക്കാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സൈറ്റിൽ കൂടെ കടന്നു പോയപ്പോൾ ഇപ്പോൾ ഞാൻ വായിക്കുകയുണ്ടായി. ദൈവം ആദം പാപം ചെയ്തു. ആ പാപം ചെയ്തായിരിക്കുന്ന സ്ഥാനത്ത് ആദമിനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു തോലെടുത്ത് ആദമിനെ ഉടുപ്പിച്ചുവെങ്കിൽ, അതിനുശേഷം ആദം മനസ്സിലാക്കി ഒരു യാഗത്തോടുകൂടെ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ആദം യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചതായിട്ട് അവരുടെ ചരിത്രം യഹൂദ പാരമ്പര്യം പഠിപ്പിക്കുമ്പോൾ, എവിടെയാണ് ആദം തനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം യാഗം കഴിച്ചത്, അതേ യാഗപീഠത്തിലാണ് കയീനും ഹാബേലും വന്ന് യാഗം കഴിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ദൈവത്തെ പ്രസാദിപ്പിച്ചതായിരിക്കുന്ന യാഗപീഠത്തിൽ, ദൈവം പ്രസാദിച്ചതായിരിക്കുന്ന യാഗപീഠത്തിൽ, ഈ യാഗപീഠത്തിൽ തന്നെയാണ് കയീനും ഹാബേലും യാഗം കഴിച്ചു. എന്നാൽ ഒരുവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും മറ്റവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരിക്കുകയും ചെയ്തു. കാരണം എന്നെ ഒറ്റ കാര്യമായിരുന്നു, വിശ്വാസത്തോടുകൂടെ ആയിരുന്നു ഹാബേൽ യാഗം കഴിച്ചത്. കയീൻ്റെ യാഗത്തിൽ ഹാബേൽ വിശ്വാസത്തോടുകൂടെ യാഗം കഴിച്ചത് കൊണ്ട് ദൈവം പ്രസാദിച്ചുവെന്ന് പറയുമ്പോൾ കയീൻ്റെ യാഗത്തിൽ ഒന്നില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ പാരമ്പര്യം ഇപ്രകാരം പറയുന്നു, അതേ യാഗപീഠത്തിൽ കഴിഞ്ഞ നാളുകൾ ദൈവം പ്രസാദിച്ച് ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ തക്കവണ്ണം കാരണമായി തീർന്ന അതേ യാഗപീഠത്തിൽ രണ്ടുപേർ യാഗം കഴിച്ചു. ഒന്ന് ദൈവത്തിന് പ്രസാദമായി, മറ്റത് ദൈവം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട്? അവിടെ സംഭവിച്ചത് വിശ്വാസം ആ യാഗം ഇല്ലാതിരുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദമില്ലാതായി. ശ്രദ്ധിച്ചുകൊള്ളണേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപാസനത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുമ്പോൾ, ദൈവം നമ്മിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും വന്ന് ദൈവത്തെ വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദുഷ്ടനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, എൻ്റെ വചനങ്ങളെ എടുപ്പാൻ നിനക്കെന്ത് അധികാരമെന്ന് ദൈവം ചോദിക്കുമ്പോൾ മനസ്സിലാക്കി വേണം, ആ ദുഷ്ടന്മാർക്ക് ദൈവത്തിൻ്റെ വചനത്തെ തൊടുവാൻ അധികാരമില്ല.
എന്നാൽ ഇന്ന് തൊടുന്നുണ്ട്. ദൈവം കരുണ കാണിക്കുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ന്യായമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുമ്പോൾ ആ പദവിയിൽ നിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപാസനത്തിൽ എനിക്കും നിങ്ങൾക്ക് കാൽ ചവിട്ട് നിൽക്കണമെങ്കിൽ ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവമാണ് ആവശ്യമായിരിക്കുന്നത്, അഥവാ ഒരു രൂപാന്തരം ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത് എന്താ ആവശ്യമായിരിക്കുന്നതോ ഇതുകൊണ്ട് മാത്രം വരുവാൻ സാധിക്കും. വായിച്ചാട്ട് അതേ വാക്യം 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാട്ട് 22. ആവശ്യമായി ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക മാത്രമല്ല, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. എന്താ ഇതിൻ്റെ ആവശ്യമെന്ന? എന്തുകൊണ്ടാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടുന്നത്? ഒരു വാക്യത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. വായിച്ചോട്ട് ലെവിറ്റിക്കസ് ചാപ്റ്റർ 17, ലേവ്യ പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യം. അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കണം. എന്നിട്ട് അപ്പോൾ എന്താ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിരുദ്ധമായിട്ട് അഥവാ അശുദ്ധമായതിനെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയും ആരായിരിക്കും? സന്ധ്യ വരെ അവൻ അശുദ്ധനായിരിക്കണം. ഇവൻ ആരാ വാസ്തവത്തിൽ? ഇവൻ അബ്രഹാമിൻ്റെ സന്തതിയാണ്. ആരാ ഈ വ്യക്തി വാസ്തവത്തിൽ? ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിലേക്ക് അടുക്കുവാൻ യോഗ്യതയുള്ളവൻ, ദൈവത്തെ അബ്രഹാമിൽ കൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പദവിയുള്ളവൻ. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവൻ പാളയത്തിന് പുറത്തായിരിക്കുന്നത് ദൈവ പൈതൽ ആകാഞ്ഞിട്ടല്ല, പിന്നെയോ ദൈവ പൈതലാണെങ്കിലും അവൻ അശുദ്ധനാണ്. ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ വേർഡ്. അവൻ ദൈവ പൈതലാണെങ്കിൽ തന്നെയും അവൻ അശുദ്ധനാ എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ശുദ്ധീകരണം വന്ന ശേഷം ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എനിക്ക് ഏത് സമയത്തും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാമെന്നല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തു വേണം? ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. കൂടെ കൂടെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നിങ്ങൾ ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബ്രാക്കറ്റ് നിങ്ങൾ ആദ്യത്തെ പോയിന്റ് കൊടുക്കുക, സാൽവേഷൻ, രക്ഷ. ആദ്യത്തെ പോയിന്റിൽ സാൽവേഷൻ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ആവശ്യമായിരിക്കുന്നത് സാൽവേഷൻ, രക്ഷ. എന്നാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ സാൽവേഷനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ സാൽവേഷനോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് എന്ത് വേണം? കൂടെ കൂടെ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഒരു സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കാണുന്നത് പോയിന്റ് ഇതാണ്. നമ്മൾ എന്തു വേണം? ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കാല് ചവിട്ടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്ന മുമ്പായിട്ട് നമ്മുടെ ശരീരം ഒന്ന് കഴുകേണ്ടത് ആവശ്യമാണ്. എന്താ ഈ ശരീരം കഴുകുക എന്ന് പറഞ്ഞാൽ? അതാണ് വിശുദ്ധി, സാങ്ക്ടിഫൈ ചെയ്യുക. എങ്ങനെയാ ഈ പ്രോസസ് നടക്കുന്നത്? വായിച്ചോട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 10. അവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നൊരു വേർഡാണിത്. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി. യേശു പത്രോസിനടുക്കൽ ചെന്നപ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, എൻ്റെ കാലുകൾ നീ കഴുകത്തില്ല. യേശു പറഞ്ഞു, കഴുകിയില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ ഒരു പങ്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാല് കഴുകലിൻ്റെ ആവശ്യകതയെ കർത്താവായ യേശു ക്രിസ്തുവോട് ചൂണ്ടിക്കാണിക്കുക. കഴിഞ്ഞ 3.5 വർഷക്കാലം യേശു ക്രിസ്തുവിനോടുകൂടെ നടന്നതാണ് ഈ പത്രോസെങ്കിലും ഈ സമയത്ത് പത്രോസിന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണമെങ്കിൽ ഒരു കാലുകഴുകൽ ആവശ്യമാണ്. ഈ കാലുകഴുകലിനെ കുറിച്ച് അവിടെ പറയുന്ന ഭാഗപ്രകാരമാണ്, ഞാൻ നിന്റെ കാൽ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഉടനെ പത്രോസ് തിരിച്ചു പറഞ്ഞു, ഗുരു, അങ്ങനെയെങ്കിൽ എൻ്റെ കാല് മാത്രമല്ല എൻ്റെ തലയും മുഴുവനായിട്ട് എന്നെ കഴുകണം. കർത്താവായ യേശു ക്രിസ്തു ഉടനെ കൊടുത്തൊരു മറുപടിയുണ്ട്, കുളിച്ചിരിക്കുന്നവന് പൂർണ്ണമായി കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ എന്തു വേണം? അവൻ്റെ എന്തുകൊണ്ടാണ് ഈ കാല് കഴുകാനായിട്ട് പറഞ്ഞത്? കാല് കഴുകേണ്ട ആവശ്യമെന്ന് പറയുന്നത്, അവർ ഭൂമിയിൽ കൂടെ അവർ ഈ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്തൂടെ അവർ നടക്കുമ്പോൾ കൂടെ കൂടെ പൊടികളും ചെളിയും ഒക്കെ പറ്റാനിടയുള്ള സ്ഥാനമാണ് കാലുകൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അടുക്കുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു കാല് കഴുകൽ ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം അവർക്ക് ആവശ്യമാണ്. അവരുടെ തല വീണ്ടും അവർ കുളിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി അവർ കുളിച്ചിരിക്കുക.
കുളിക്കുക. ഇനിയും തലയല്ല അവർ കുളിക്കേണ്ടത്, പിന്നീട് വേണ്ടത് കാലുകഴുകളാണ്. ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവസന്നിധാനത്തിലേക്ക് രക്ഷിക്കപ്പെട്ടവൻ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് ഈ കാലുകഴുകൾ എന്ന് പറയുന്നത്. ഈ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. ഈ കഴുകിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന്, കഴുകിയില്ലെങ്കിൽ അവൻ അശുദ്ധനാ. എന്നുവരെ അവൻ കഴുകുന്നുണ്ട് അന്നുവരെ അവൻ അശുദ്ധനാ. അശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരുടെ അശുദ്ധിയിൽ അവർ മരിക്കുവാനായിട്ടിടയായിത്തീരും. എന്നാൽ എന്താവശ്യം, ഈവൻ ദോ ഒരു വലിയ കുളി അവർക്ക് ആവശ്യമില്ലെങ്കിലും അവർക്ക് ഈ കൊച്ചു കഴുകൽ അവർക്ക് ആവശ്യമാണ്. ഈ കൊച്ചു കഴുകലാണ് ഞാൻ മുൻപേ പറഞ്ഞത് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? രണ്ട് കാര്യങ്ങൾ കൂടെയാണ് അത് സംഭവിക്കുന്നത്. വായിച്ചോട്ടെ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-26 വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 25 and 26. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ ഇവിടെ വെടിപ്പാക്കുന്ന ഒരു മീഡിയ അവിടെ കാണുകയാണ്. എന്താ മീഡിയ? വചനം. ദൈവത്തിൻ്റെ വചനത്താലാണ് ഇവിടെ ഒരു ശുദ്ധീകരണം നടക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം പഠിപ്പിക്കുന്നു, നിന്റെ വചനം എന്താകുന്നു? സത്യം തന്നെയാണ്. അപ്പോൾ സത്യത്താൽ അവരെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. അപ്പോൾ ഒരു ശുദ്ധീകരണം നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ദൈവത്തിൻ്റെ വചനത്താൽ. നമ്മൾ കാല് കഴുകുവാനായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കാലുകൾ കഴുകേണ്ടത് ഏതുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നു എങ്ങനെ? നിൻ്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ഈ കാല് കഴുകുന്ന കാര്യമെന്ന് പറയുന്നത് വചനം കൊണ്ട് തങ്ങളുടെ നടപ്പിനെ ഒന്ന് സൂക്ഷിക്കുക. അഥവാ ദൈവത്തിൻ്റെ വചനം തങ്ങളുടെ പ്രാവർത്തിക ജീവിതത്തിൽ, തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ദൈവം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് ഒരു ശുദ്ധീകരണം. അഥവാ വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ എത്രത്തോളം ഞാൻ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഈ ശുദ്ധീകരണത്തിൽ കാണുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് സാധിക്കണമെങ്കിൽ എന്തു വേണം? വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യം. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വാസം ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ എന്തൊഴുകും? ജീവജല നദികൾ ഒഴുകും. അപ്പോൾ എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം എത്താൽ എൻ്റെ കാലുകൾ കഴുകപ്പെടണമെങ്കിൽ രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം ഞാൻ കേൾക്കണം. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കാതെ വചനം മാത്രം കേട്ടതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. കാരണം കേട്ടതുകൊണ്ട് യാതൊരു ബെനിഫിറ്റുമില്ല. കേട്ടത് എനിക്ക് ഉപകാരപ്രദമായി വരണമെങ്കിൽ, കേട്ടത് എനിക്ക് ഉപയോഗപ്രദമായി തീരണമെങ്കിൽ, കേട്ടത് എനിക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ വ്യാപരിക്കണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാകുന്ന ദൈവത്തിൻ്റെ വചനവും എൻ്റെ സ്റ്റാൻഡേർഡാകുന്ന എൻ്റെ നടപ്പും തമ്മിൽ തുലനം ചെയ്യത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കാതെ ദൈവത്തിൻ്റെ ഹിതമാകുന്ന അഥവാ ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ഹിസ് വേസ്, ദൈവത്തിൻ്റെ വഴികളാണ്. ദൈവം പ്രവർത്തിക്കുന്ന വിധമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ എൻ്റെ നടപ്പും ദൈവത്തിൻ്റെ വഴിയും തമ്മിൽ ഒന്ന് തുലനം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം തരും. 3 ലെവലിലേക്കാണ് അത് പോകുന്നത്. ഒന്ന്, പാപത്തെക്കുറിച്ച് ബോധം തരുന്നു. പാപത്തെക്കുറിച്ച് ബോധം തന്നിട്ടും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ രണ്ടാമത്തെ ലെവലിലേക്ക് അത് വരും, നീതിയെക്കുറിച്ചൊന്ന് ബോധം തരും. ഈ നീതി എന്നിട്ട് റൈറ്റ്യസ്നെസ് ലെവൽ വളരെ കുറഞ്ഞിരിക്കുന്നു പറയുകയും വീണ്ടും അതിനെ നെഗ്ലക്റ്റ് ചെയ്താൽ പിന്നീട് വല്ല സിംഹത്തെയും പാമ്പിനെയും ഒക്കെ സ്വപ്നം കാണും.
ന്യായവിധിയെക്കുറിച്ച് ബോധം തരും. ഇതാണ് ലെവൽ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇതിൻ്റെ കാരണമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനവും ഞാനുമായിട്ടുള്ള വ്യത്യാസത്തെ വെളിപ്പെടുത്തുക. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ റിപ്പൻറ്റ് ചെയ്യുന്നത്. നമ്മൾ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താണു കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ താഴ്ചയിൽ ഒരു ഉയർച്ചയാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഉയരുക. മനസ്സിലാവുന്ന പറഞ്ഞു വരുന്നത്. ഞാൻ താണു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിലാണ് ഞാൻ താഴുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഞാൻ താഴുന്നത് കൊണ്ട് ഞാൻ കൊച്ചാകുകയല്ല, ഞാൻ ദൈവത്തോട് അനുരൂപനായി മാറ്റപ്പെടുക. ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർത്തുക, നമ്മൾ ഉയരുക. നിങ്ങൾ മനസ്സിലാക്കണം, ആരെല്ലാം റിപ്പൻറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഉയർന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകത അതാ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തു വേണം? ഈ കേൾക്കുന്ന വചനം അഥവാ എൻ്റെ ശരീരം ഒന്ന് ശുദ്ധിയുള്ളതാകണമെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാനൊന്ന് ഓർക്കണം, ദൈവത്തിൻ്റെ വചനം എവിടെ നിൽക്കുന്നു, എൻ്റെ പൊസിഷൻ എവിടെ നിൽക്കുന്നു. അതാണ് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കണ്ടക്ട് ചെയ്യുന്ന ഒരാൾ അവിടെ നിന്നിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്രകാരം ആദ്യം പറയും, കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നിങ്ങളെ നടത്തിയ വഴികളെയൊക്കെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുറവുകൾ ഒന്ന് ഓർക്കുക. എന്തിനാ പറയുന്നറിയാമോ? വെറുതെ ചില ചടങ്ങ് ഇവിടെ കാട്ടുകയല്ല ചെയ്യുന്നത്. കാരണം ഇവിടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മളൊന്ന് അടുക്കണമെങ്കിൽ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഈ സമയം വെറുതെ ഇരുന്ന് കണ്ണുമടച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുവാനുള്ള സമയമല്ല, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിക്കേണ്ട സമയമാണ്. ആ കണ്ടുപിടിക്കുന്നുവെങ്കിൽ എന്തുണ്ടാകും? അതിൻ്റെ അനുഗ്രഹം പിന്നാലെ കടന്നു വരും. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയുണ്ട് ഒരു താഴ്ചയുണ്ട് അവിടേക്കേ വെള്ളം ഒഴുകത്തുള്ളൂ. ഒരു ലെവലായി കിടക്കുകയാണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴുകത്തില്ല. അതുപോലെ തന്നെ കിടക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആരുടെ ജീവിതത്തിൽ കാണണമെങ്കിലും, ദൈവത്തിൻ്റെ അനുഗ്രഹം ആരുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിലും ഒരു താഴ്ച ആവശ്യമാണ്. അതാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് എംപ്റ്റിയിങ് യുവർസെൽഫ്, നമ്മളെ തന്നെ ഒന്നുമില്ലാത്തതാക്കുക. അവിടെ എന്തു വരും? ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരുവാൻ സാധിക്കും. അതില്ല എങ്കിൽ എന്തു വരത്തില്ല? വി ആർ സഫിഷ്യന്റ്. കർത്താവായ യേശു തന്നെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ രക്ഷിപ്പാനല്ല, പാപികളെ എത്ര രക്ഷിപ്പാൻ വന്നത്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്, സുഖമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ ഇതിൻ്റെ ആവശ്യമുള്ളത്? എവിടെയാണ് ഒരു നീഡ്, അവിടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുള്ളൂ. ഓർത്തുകൊള്ളണമേ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, അവൻ്റെ കൃപാസനത്തിൽ എൻ്റെ പാദങ്ങൾ ചവിട്ടുമ്പോൾ ഞാൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെ നിൽക്കുന്നു. ഇതാരെക്കുറിച്ച് ദൈവം ചോദിക്കുന്നു? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്. എന്നാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് അവരെ എങ്ങോട്ട് കടന്നു വരണം? വായിച്ചോട്ട് അതിൻ്റെ അതേ വാക്യം തന്നെ വീണ്ടും താഴോട്ട് വായിച്ചാട്ട്. 10-ാം അധ്യായത്തിൻ്റെ 22. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ഇൻ ഫുൾ അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത്. ഫുൾ അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത് ബ്രാക്കറ്റിൽ കൊടുത്താട്ട് അഷ്വറൻസ്, ഒരു ഉറപ്പ്. അഷ്വറൻസ്. ഇവിടെ എന്ത് പറയുന്നു? വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകണം? ഒരു പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം. എന്താ നമുക്ക് ഉണ്ടാകേണ്ട വിശ്വാസം? നിങ്ങൾ മനസ്സിലാക്കണം. 11-ാമത്തെ ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 6, എബ്രായർ 11:6. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ, ദൈവത്തിനത് പ്രസാദകരമാകണമെങ്കിൽ എന്നിൽ എന്തുണ്ടാകണം? വിശ്വാസം. എന്തായിരിക്കണം എന്നുള്ള വിശ്വാസം? താഴത്തെ വാക്യം കൂടെ, അതേ വാക്യം താഴെ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവനോ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്തുവാ വിശ്വസിക്കേണ്ടത്? ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ വന്നതുകൊണ്ട് അവിടെ ആരുണ്ട്? ഈവൻ ഞാൻ ഒന്നും കാണുന്നില്ല.
ഞാൻ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ ആത്മീയമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പ്രസൻസയെ ഞാൻ അറിയുന്നില്ല. എങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ ആര് കടന്നു വന്നാലും വേദപുസ്തകം പറയുന്ന 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. അപ്പോൾ ദൈവമില്ലാത്ത ഒരു സമയവുമില്ല. ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നതെങ്കിൽ, ഈവൻ ദോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചില്ല എങ്കിലും അതിൻ്റെ അർത്ഥം ദൈവം അവിടെ ഇല്ലെന്നല്ല, ദൈവം അവിടെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുവാൻ സാധിച്ചില്ല? ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ നമ്മുടെ നടുവിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ സാധ്യമായില്ല. മനസ്സിലാക്കണം, പലപ്പോഴും ശിഷ്യന്മാർ വളരെ കഷ്ടതയോടുകൂടെ തണ്ടു വലിച്ചവർ മുൻപോട്ട് പോവുകയാണോ? യേശു പടകിൽ കിടന്നുറങ്ങിയ. യേശു കിടന്നുറങ്ങുന്നിടത്തോളം കാലം ഇവരെ കഷ്ടപ്പെടുമെന്നല്ലാതെ യാതൊരു ബെനിഫിറ്റുമില്ല. എന്നാൽ യേശുവിനെ ഇവരൊന്ന് ഉണർത്തിയപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. പലപ്പോഴും പല കൂട്ടങ്ങൾ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത്, കർത്താവില്ലെന്നല്ല, കർത്താവിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. കർത്താവിനെ കൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് കർത്താവ് അവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി കാണും. യഹൂദന്മാർ വളരെയധികമായിട്ട് ദൈവമക്കളെ പീഡിപ്പിച്ചു വന്നപ്പോൾ അവർക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. കഷ്ടതയിൽ നിന്ന് ആ പരീശന്മാരെ അഥവാ മഹാപുരോഹിതന്മാരെ അടികൊണ്ടുകൊണ്ട് അപ്പോസ്തലന്മാരെ കടന്നു വരുന്ന സമയത്ത് അവരെ സ്വീകരിച്ച കൂട്ടം അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, കർത്താവേ, നിന്റെ പരിശുദ്ധ ദാസനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കിയാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നിന്റെ ഭക്തന്മാർക്ക് കൃപ നൽകണമേ. അതുവരെ ഇല്ലാതിരുന്ന സാന്നിധ്യം അന്നേരം അവിടെ വെളിപ്പെട്ടു. സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നുവെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു വേർഡ് ആ സാന്നിധ്യത്തെ ഒന്ന് ഉണർത്തുവാനായിട്ട് കാരണമായി തീർന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ആ സാന്നിധ്യത്തെ ഒന്ന് ഉണർത്തുവാനായിട്ട് കാരണമായി തീർന്നു. പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഞാൻ അശുദ്ധിയിൽ ജീവിക്കാത്തിടത്തോളം കാലം ദൈവ സാന്നിധ്യം എന്നെ വിട്ടുമാകത്തില്ല. എന്നാൽ എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നില്ല. എന്താ അതിൻ്റെ കാരണമെന്ന്? ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നുള്ളതായിരിക്കുന്ന, അഥവാ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രസൻസ് അവിടെ വരുത്തണമെന്നുള്ള ഒരു വാഞ്ചയില്ല. ഇവിടെ ദൈവത്തിൻ്റെ ദാസരിപ്പാരെ പറയുന്നു, നിങ്ങൾ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്കാണ്. നിങ്ങൾ വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. പിന്നെന്തോ വിശ്വസിക്കാൻ പറഞ്ഞു, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇതാണ് പലപ്പോഴും പലരും അനുഗ്രഹം പ്രാപിക്കുവാനുള്ള കാരണം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, ദൈവം എന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ കഴിവുള്ളവൻ എന്ന് മനസ്സിലാക്കിയവർ കടന്നു വന്നിരിക്കുമ്പോൾ, എൻ്റെ ആ മനസ്സിലാക്കിയിരിക്കുന്നവരുടെ തൊട്ടിപ്പുറത്തിരിക്കുന്നവർ ഒരു വലിയ കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ഈ പ്രശ്നങ്ങളോടുകൂടി അവർ പോയാലും മറ്റവർ അനുഗ്രഹിക്കപ്പെടും. കാരണം എന്നാണെന്നറിയാമോ? അവർ വന്നിരിക്കുന്ന ഫെയ്ത്തിൽ, അവർ വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന് അത് കാണുവാനാണ് പ്രസാദമായിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് വിശ്വാസം, ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുന്ന പ്രവർത്തനപ്രദമായിരിക്കുന്ന ചില വിശ്വാസത്തെ, അഥവാ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഇപ്രകാരം പറയാം, ആരോഗ്യമുള്ള വിശ്വാസത്തെ കാണുവാൻ ദൈവത്തിന് ആഗ്രഹം. ബലഹീനമായിരിക്കുന്ന വിശ്വാസം കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. എന്നാൽ ആരോഗ്യമുള്ള വിശ്വാസം കൊണ്ട് അവർക്കൂടെ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമായത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ വന്നിരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ഗാഡ് ഈസ് ദേർ. ദൈവം അവിടെ ഉണ്ട്.
ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നുവെങ്കിൽ, ഒന്നും ചിന്തിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ നിർവിചാരരായിരിക്കുന്നുവെങ്കിൽ അവർക്കൊരനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. ഒന്നോത്തോണം, ഞാൻ വന്നിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ഈ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ ശക്തനെന്ന് മനസ്സിലാക്കണം. ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഹാബേൽ വിശ്വസിച്ചത് തന്നെയായിരുന്നു. എന്തുവാ? വിശ്വാസത്താൽ ഹാബേൽ ഒരു യാഗം കഴിച്ചു. എന്തുവാ? ഹാബേൽ മനസ്സിലാക്കി, എനിക്ക് പാപത്തിന് ഒരു പരിഹാരം വേണം, ഒരു മൃഗം കൊല്ലപ്പെടണം, ഒരു രക്തം ചൊരിച്ചിൽ ആവശ്യമാണ്, അതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടത്തൂ എന്നുള്ള ഹാബേൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ആടുമായിട്ട് കടന്നു ചെന്നുവെങ്കിൽ ഹാബേൽ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. ഏതാണ്ട് ഒത്തിരി അനുഗ്രഹം കൊടുത്തെന്നല്ല നമ്മൾ കണ്ടത്. ഹി ബിക്കെയിം റൈച്ചസ്. ദൈവം, സ്വർഗ്ഗത്തിലെ ദൈവം അംഗീകരിച്ചു ഹാബേൽ നീതിമാനാണ്. അതായിരുന്നു ഹാബേലിൻ്റെ ആവശ്യം. ദൈവം അത് നൽകുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പതിവായിട്ട് കടന്നു വരുവാനല്ല എക്സ്പെക്ട് സംതിങ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയണം, ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രാകാരങ്ങൾ ഞാൻ കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം മോശയ്ക്ക് ദൈവം ഇപ്രകാരം പറഞ്ഞു കൊടുക്കുകയുണ്ടായി, എനിക്ക് മണ്ണുകൊണ്ട് എനിക്ക് ഒരു യാഗപീഠമുണ്ടാക്കണം, അതിന്മേൽ പടികളാൽ നിങ്ങൾ കയറരുത്. എന്നിട്ട് ദൈവം പറഞ്ഞൊരു ഭാഗം ഇതാണ്, എൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഏത് സ്ഥലമായിക്കോട്ടെ, സ്ഥലമല്ല എനിക്ക് ആവശ്യം. എന്നെ സ്മരിക്കുവാൻ നിങ്ങൾ കടന്നു വന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുവാൻ കടന്നു വന്നുവെങ്കിൽ, ദൈവത്തെ ഓർക്കുവാനാണ് കടന്നു വന്നതെങ്കിൽ, ദൈവത്തെ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അവൻ അവിടെ ഉണ്ട്. ദൈവം അവിടെ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം മാറത്തില്ല, ദൈവത്തിൻ്റെ വാക്കുകൾ മാറത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാസനത്തിൽ നിൽക്കുവാനായിട്ട് ദൈവം നമുക്ക് പദവി തന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണമേ, നിർവിചാരരായിട്ടല്ല നാം നിൽക്കേണ്ടത്, ആ വിശ്വാസത്തോടു കൂടെ നിൽക്കണം. ആ ആരാധന കാണുമ്പോൾ നമുക്കറിയാം ഒരല്പമൊക്കെ മുഖത്തൊക്കെ ജീവനുമൊക്കെ കാണും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ആകാംക്ഷയും ആഗ്രഹവും ദാഹവും എല്ലാം ഉണ്ടാകും. അപ്പോൾ മൂന്നാമത്തെ ആവശ്യമായിരിക്കുന്നത് എന്താണ്? അഷ്വറൻസ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, സാൽവേഷൻ. 2 ഞാൻ പറഞ്ഞു വന്നത് സാങ്ക്ടിഫിക്കേഷൻ. 3 ഞാൻ പറഞ്ഞു വന്നത് അഷ്വറൻസ്. 4ാമത്തെ പോയിന്റ് എന്താ? 4ാമത്തെ പോയിന്റ് വായിച്ചോട്ടെ അതേ വാക്യം. പരമാർത്ഥ ഹൃദയം, എ ട്രൂ ഹാർട്ട്. എ ട്രൂ ഹാർട്ട് 4ാമത് ആവശ്യമായിരിക്കുന്നത്. എ ട്രൂ ഹാർട്ട് ബ്രാക്കറ്റിൽ കൊടുത്താട്ട് സിൻസിയർ. സിൻസിയർ, സിൻസിയർ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒരു പ്യുവർ, ഒരു സിൻസിയർ ഹാർട്ട്, പരമാർത്ഥ ഹൃദയം. ഞാൻ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം ഒന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പാഠം വായിച്ച യെഹെസ്കേലിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ യെഹെസ്കേൽ പ്രവാചന പുസ്തകം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ധ്യാനിക്കണം, ഒത്തിരി നിങ്ങൾ പഠിക്കണം. അവിടെ ഒത്തിരി മർമ്മങ്ങൾ അതിനകത്ത് അടക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തി പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥയെന്നും എങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ട് അതിൻ്റെ 14ാം അധ്യായം വേഴ്സ് 14. ഇതിൻ്റെ കുറിവാക്യമെന്ന് പറയുന്നത് 7-8 വാക്യം എന്ന് വായിച്ചു. 7ാമത്തെ വാക്യം. തൻ്റെ അകൃത്യങ്ങൾ തൻ്റെ മുൻപിൽ വെച്ചും കൊണ്ട് പ്രവാചകൻ്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോടും. അപ്പം ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, പിന്മാറ്റത്തിലിരിക്കുന്ന ഇസ്രായേൽ മക്കൾ, പിന്മാറ്റത്തിലായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അവർ അരുളപ്പാട് ചോദിക്കുവാനായിട്ട് എങ്ങോട്ട് വരുന്നു? പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരുന്നു. നമുക്കറിയാം എന്തിനാ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ദൈവത്തിൻ്റെ ആലോചന പ്രാപിപ്പാൻ. ദൈവത്തിൻ്റെ അരുളപ്പാട്. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്ക, ദൈവത്തിൻ്റെ വായ. അപ്പോൾ ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുവാനാ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കേണ്ടതിന് ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്ന പോലെയാണ്.
പക്ഷേ ഇവരുടെ അവസ്ഥ എന്താ? ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വായിച്ചാട്ടോ, അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിച്ചാട്ടോ, വേഴ്സ് 1 and 2. എൻ്റെ അടുക്കൽ വന്നു. അവിടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരെ ചിലർ എൻ്റെ അടുക്കൽ വന്നു, യെഹെസ്കേലിൻ്റെ അടുക്കൽ വന്നു. വായിച്ചാട്ടോ, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ സ്മരിച്ച് എന്നിട്ട് അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ പ്യുവർ ഹാർട്ടോടുകൂടി ആയിരിക്കണം, ഒരു സിൻസിയർ ഹാർട്ട് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവർ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുക. പക്ഷേ ഇവരുടെ ഹൃദയത്തിൽ എന്തോ ഇരിക്കുക. ഇവരുടെ ഹൃദയത്തിൽ വിഗ്രഹമുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുൻപിലുമുണ്ട്. അപ്പോൾ ഇവർ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല അവർ നിൽക്കുന്നത്. പിന്നെയോ അവരുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമുണ്ട്. ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകരുതെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പുറമേ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് വെളിപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ എന്ത് കിടക്കുക? ഒരു വിഗ്രഹം ഇരിക്കുക. ആ വിഗ്രഹത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ, നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വേർഡ്, ആ വിഗ്രഹത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. ആ വിഗ്രഹത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പ്രവാചകൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ഒരു കാര്യം അവരോട് പറഞ്ഞത്. എന്താ അവരോട് പറഞ്ഞത്? വായിച്ചാട്ടോ, അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. നോഹ, ദാനിയേൽ, ഇയ്യോബ്, നിങ്ങൾ 3 പേരുടെ പേരാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ യെഹെസ്കേൽ പ്രവചനം രേഖപ്പെടുത്തുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണോ ദാനിയേൽ? മരിച്ചുപോയവരല്ല. മറ്റവർ 2 പേരും ഓൾറെഡി മാറ്റപ്പെട്ട ഈ ലോകത്തിലില്ല. ഒരാളെ ദൈവം 2 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിലും മൂന്നാമനായിരിക്കുന്ന വ്യക്തി ഈ ലോകത്തിൽ അന്ന് ഒരു അടിമയായിട്ട് ജീവിക്കുവാനായിട്ട് കാരണമായി തീർന്നവൻ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഈ 3 പേരുടെ പേരെടുത്ത് വെച്ചിട്ട് ഇപ്രകാരം പറയുന്നു, ഇതിൻ്റെ നടുവിൽ നോഹയോ ദാനിയേലോ ഇയ്യോബോ ഉണ്ടായിരുന്നാലും തങ്ങളുടെ നീതിയാൽ അവർ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ, ബാക്കിയെല്ലാവരെയും നശിപ്പിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കട്ടെ, എന്താണ് ഇവരുടെ ചിന്താഗതി? ഇവരുടെ ചിന്താഗതി മറ്റൊന്നുമായിരുന്നില്ല. ഇവർക്കറിയാം, ഈ ഇസ്രായേലിലെ മൂപ്പന്മാർക്കറിയാം, ഞങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ഒരിക്കലൊന്ന് ദൈവവുമായിട്ടൊന്ന് പക്ഷപാതം നടത്തി, ഒന്ന് ഇൻറ്റർസീഡ് ചെയ്തു. എന്തുവാ ചെയ്തത്? സോദോമിനെ നശിപ്പിക്കേണ്ട സമയം കടന്നു വന്നപ്പോൾ അബ്രഹാം കണക്ക് കൂട്ടി അവസാനമായിട്ട് ഒന്നിലേക്ക് കടന്നു വന്നു. എൻ്റെ ദൈവമേ, ആ ദേശത്തെ 10 നീതിമാന്മാരുണ്ട് എങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കും. ഇവരുടെ മുൻപിലിരിക്കുന്ന കൺസെപ്റ്റ് അതാ. ഈ ദേശത്തെ നശിപ്പിക്കുമോ? എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബ് പക്ഷപാതം നടത്തി ഒരു കൂട്ടം ജനം അനുഗ്രഹിക്കപ്പെട്ടു. നോഹ പക്ഷപാതം നടത്തി അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. എന്നാൽ ഒന്ന് ദൈവത്തിന് വെളിപ്പെടുത്തുവാനുണ്ട്. ഇനിയും ഈ 3 പേരല്ലാതെ വേറെ ഒന്നും അതിനകത്തുനിന്ന് രക്ഷപ്പെടത്തില്ല. ബാക്കി എല്ലാത്തിനെയും ദൈവം നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ 10 പേരുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യത്തില്ല. കാരണം എന്നാ? ഈ ദേശത്തിൽ ഇവരെ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, എൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ, എൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വിഗ്രഹമായിട്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കണേ ഞാൻ ഈ പറഞ്ഞപ്പോൾ, മറ്റുള്ളവരെ സോദോമിൻ്റെ സമയം എന്ന് പറയുന്നത് ഇതല്ല. സോദോം പാപം ചെയ്തു, ദൈവത്തോട് പാപം ചെയ്യുക. പക്ഷെ ദൈവത്തിൻ്റെ അടുക്കലല്ല അവരിയ്ക്കുന്നത്. ഇപ്പോൾ ഇത്രയും കൊടും പാപം ചെയ്തിട്ടും ഇവർ ആരെ പോലെ ഇരിക്കുക? മാന്യന്മാരെ പോലെ ദൈവത്തിന് മുൻപാകെ അവരിയ്ക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു 4 വിധത്തിലാണ് ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത്. ഒന്നാമത് ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. വായിച്ചോട്ടോ, അതിൻ്റെ 13-ാമത്തെ വാക്യം. അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. അപ്പമെന്ന കോലൊടുക്കുക, ക്ഷാമം വരുത്തുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പ്,
അതിൻ്റെ 15-ാമത്തെ വാക്യം. എന്ത് സംഭവിച്ചു? ദുഷ്ടമൃഗങ്ങളെ ഞാൻ എവിടെ കൊണ്ടുവന്നു? ദേശത്ത്. എന്തിനാ? മനുഷ്യനെ കൊല്ലാൻ. ആദ്യം എന്ത് സംഭവിച്ചു? ക്ഷാമം. ക്ഷാമം അവസാനം എവിടെ വരെ വന്നു? കാട്ടി വരെ വന്നു. കാട്ടിലെ മൃഗങ്ങളെ ദൈവം എവിടെ കൊണ്ടുവന്നിപ്പം? ദേശത്ത് കൊണ്ടുവന്നത്. എന്തിനാ? അവരുടെ പാപത്തിൽ അവരെ നശിപ്പിച്ച് കളയുവാൻ. 3-ാമത്തെ സ്റ്റെപ്പ് വായിച്ചിട്ട് 17. ഒരു വാള് വരുത്തുക, അഥവാ ശത്രുക്കളുമായിട്ട് ഒരു യുദ്ധം, ഒരു ശത്രുവിനെ വരുത്തുക. 4-ാമത്തത് അതിൻ്റെ 19-ാമത്തെ വാക്യം. അനുഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു മഴയല്ല, ശാപത്തിന് വേണ്ടിയുള്ള മഴ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 4 എന്നിട്ടും നന്നായില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അതിൻ്റെ 21-ാമത്തെ വാക്യം. നാലും കൂടെ അയച്ചാലോ? നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തെ വിട്ടു മാറി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഒരു കാലത്തും ഗുണമാകത്തില്ല. വൺ ആഫ്റ്റർ അനദർ. അവർക്ക് പ്രശ്നങ്ങളുടെ പിന്നാലെ പ്രശ്നങ്ങൾ. അവരുടെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ല. പ്രയാസത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ല. എന്താ വിഷയം? എന്തായിരിക്കുന്നത്? ഇവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവരിയ്ക്കുന്നത്. പക്ഷേ ഇവരുടെ ഹൃദയത്തിൽ എന്തോ ഉണ്ട്? അകൃത്യഹേതു. വായിച്ചിട്ട് ഈ പ്രത്യയമാർഗ്ഗ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജെരമ്യ ചാപ്റ്റർ 4, യെരമ്യാ 4-ാം അധ്യായം അതും കൂടെ ചേർത്ത് വേണം പഠിക്കുവാൻ. വായിച്ചിട്ട് അതിൻ്റെ 1-ാമത്തെ വാക്യം. ജെരമ്യ ചാപ്റ്റർ 4 വേഴ്സ് 1. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നീക്കിക്കളകാം. ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ, നിന്റെ മനസ്സിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെല്ലാമാണ് സ്മരിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം വേദപുസ്തകം പറയുന്നു, നിൻ്റെ നിക്ഷേപം എവിടെയുണ്ട് അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയം. അപ്പോൾ എൻ്റെ ഹൃദയം അവിടെയാണ് ആയിരിക്കുന്നതെങ്കിൽ അതാണ് എൻ്റെ വിഗ്രഹമായിരിക്കുന്നത്. ആ വിഗ്രഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഈ വിഗ്രഹം നിൻ്റെ മനസ്സിലിരിക്കെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവം അരുളപ്പാട് തരത്തില്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥാനത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തോട് ഒരു സിൻസിയർ ഹാർട്ട്, ഒരു കാപട്യമില്ലാത്ത ഹൃദയം, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഹൃദയം. അതാണ് ദൈവത്തിന് വേണ്ടുന്നത്. വായിച്ചോട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യം. ഈ ചാപ്റ്റർ നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണേ, അത് വളരെ വത്തായിരിക്കും. ഇത് തമ്മിൽ ഒരുമിച്ച് പഠിക്കണം. 18. നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ ഇത് നിനക്ക് വന്നിരിക്കുന്നത്. ഏത് വന്നിരിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. നിന്റെ നടപ്പ് അതിന് കാരണം, നിന്റെ പ്രവൃത്തി അതിന് കാരണം. ദൈവം അത് വെച്ചിട്ടില്ല, ദൈവം അത് ആഗ്രഹിച്ചില്ല, ദൈവം അതിൽ നിന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നടപ്പും പ്രവൃത്തികളും നേരെയാക്കിയില്ല എങ്കിൽ, താഴോട്ട് വായിച്ചാട്ട്, ഇത്ര കയ്പായിരിപ്പാൻ. യെസ്, അവിടെ വളരെ ക്ലിയർ. എന്താ കാരണം? എന്തൊക്കെയോ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് എവിടെ വന്നിരിക്കുന്നത്? ദൈവത്തിന് മുൻപിൽ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് കടന്നു വരേണ്ടവർ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ മറ്റു ചിലതിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി വന്നിരിക്കുക. ഒരു മനുഷ്യനും അത് കാണുന്നില്ലായിരിക്കാം, പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് കാണുന്നു. സ്വർഗത്തിലെ ദൈവം അതറിയുന്നു. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും 4 റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. 1, സാൽവേഷൻ. 2,
സാങ്ക്ടിഫിക്കേഷൻ, 3 അഷ്വറൻസ്, 4 സിൻസിയർ. ഇതോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ശക്തമായി പ്രാപിക്കുവാൻ സാധിക്കും. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ. ഞാൻ വന്നിരിക്കുന്നത് ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ്റെ മുൻപിലല്ല, സകലത്തെയും ഉളവാക്കിയ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് ശാന്തമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുമോ? ആ കൃപാസനത്തിൽ കാല് ചവിട്ടുവാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുമ്പോൾ ഇന്നോ എൻ്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? വാസ്തവത്തിൽ നമുക്ക് അഭിമാനത്തോടെ പലർക്കും പറയുവാൻ സാധിക്കും, അതെ, ഒന്നാമത്തെ പടി കൃപയാൽ ഞാൻ കടന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ കടന്നു. ഒരു ശുദ്ധീകരണം, ഒരു കാലുകഴുകൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? അല്ല എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയുക, കർത്താവേ, നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് ചവിട്ടുന്നതിന് മുമ്പായിട്ട് എൻ്റെ കോവിൾ ഞാൻ നോക്കട്ടെ, എൻ്റെ കോവിൾ എന്നോടൊന്ന് ക്ഷമിക്കണമേ, രക്തത്താൽ നീ ഒന്ന് കഴുകണമേ, അങ്ങയുടെ വചനത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. 3, ആ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തോടൊന്ന് പറയുമോ, കർത്താവേ, ഐ ബിലീവ്, നീ ഇവിടെയുണ്ട്, നീ എൻ്റെ നടുവിലുണ്ട്, നീ അങ്ങയുടെ അടുക്കലാണ് ഞാൻ വന്നിരിക്കുന്നത്, അങ്ങയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ, അങ്ങ് എനിക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമാ, അങ്ങ് എന്നെ മാനിക്കുന്ന ദൈവമാ. എൻ്റെ കർത്താവേ, ഒരു മരിച്ചു കിടക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരട്ടെ. ഒരു സിൻസിയർ ഹാർട്ട്, ഒരു പ്യൂരിറ്റി ഇൻ ഹാർട്ട്, മറ്റൊന്നും ഹൃദയത്തിൽ വെക്കാതെ നമ്മുടെ കർത്താവായ യേശുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്ന വേർഡ് നിങ്ങൾ ഓർത്തോണം, നിൻ്റെ നിക്ഷേപം എവിടെയുണ്ട് അവിടെ നിൻ്റെ ഹൃദയമിരിക്കും. അപ്പോൾ ഞാൻ കൂടെ കൂടെ ചിന്തിക്കുന്നത് എന്താണ്, അതാണ് വിഗ്രഹമായിരിക്കുന്നുവെങ്കിൽ അത് ദൈവമാകട്ടെ. ദൈവത്തെ എൻ്റെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. അങ്ങനെ എന്താണോ ദൈവത്തിൻ്റെ ആലോചന എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട്